MV ഗോവിന്ദനെതിരെ കെ സുധാകരൻ നൽകിയ മാനനഷ്ട കേസ് തള്ളി. കൊച്ചി PMLA കോടതിയാണ് കേസ് തള്ളിയത്. കേസിൽ തെളിവ് നൽകാൻ സുധാകരൻ നേരിട്ട് ഹാജരാകാനിരുന്നതോടെയാണ് നടപടി. മോൻസൺ മാവുങ്കൽ പ്രായപൂർത്തിയാക്കാത്ത പെൺകുട്ടിയെ പീഡിപ്പിക്കുമ്പോൾ കെ സുധാകരനും മോൻസന്റെ വീട്ടിലുണ്ടായിരുന്നുവെന്ന ഗോവിന്ദ പ്രസ്താവനയ്ക്കെതിരെയാണ് കേസ് ഫയൽ ചെയ്തത്. ഷീന മാർട്ടിൻ തരും വാർത്തയുടെ വിശദാംശങ്ങൾ. ഷീന, എന്തൊക്കെയാണ് വിവരങ്ങൾ? അതായത് 2019 ഇത്തരത്തിൽ മോൻസൺ മാവുങ്കൽ പ്രതിയാകുന്ന പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ആ സമയത്ത് മോൻസൺ മാവുങ്കൽ പുരാവസ്തു തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായി അതിൽ പ്രതി ചേർക്കപ്പെട്ട് നിൽക്കുന്ന സമയമാണ്. ആ സമയത്തിന് അതിനുശേഷമാണ് ഇത്തരത്തിൽ മോൻസൺ മാവുങ്കലിന്റെ വീട്ടിലെ വീട്ടുജോലിക്കാരിയായ സ്ത്രീയുടെ പെൺകുട്ടിയെ മോൻസൺ പീഡിപ്പിക്കാൻ ശ്രമിച്ചു, കോസ്മെറ്റോളജി പഠിപ്പിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് പീഡനത്തിനിരയാക്കി എന്ന് ഈ വീട്ടുജോലിക്കാരി പരാതി നൽകുന്നത്. അതിനെ തുടർന്ന് ക്രൈംബ്രാഞ്ച് ഇതിൽ അന്വേഷണം നടത്തിയിരുന്നു. ആ അന്വേഷണത്തിനൊടുവിൽ ക്രൈംബ്രാഞ്ചിന് പെൺകുട്ടി നൽകിയ മൊഴി പ്രകാരം കെ സുധാകരനും ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച സമയത്ത് മോൻസൺ മാവുങ്കലിന്റെ വീട്ടിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിനെ തുടർന്നാണ് അന്ന് CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന MV ഗോവിന്ദൻ ഒരു പ്രസ്താവന ഇറക്കുന്നത്. ഇത്തരത്തിൽ പീഡിപ്പിക്കാൻ കെ സുധാകരൻ കൂട്ടുനിന്നു എന്നുള്ള കാര്യത്തിലുള്ള പ്രസ്താവന ഇറക്കുന്നത്. അന്ന് കെ സുധാകരൻ ഇത് തള്ളി പുറത്തു വന്നിരുന്നു. അങ്ങനെയല്ല എന്നുള്ള തരത്തിലുള്ള പ്രസ്താവനകളെല്ലാം തന്നെ പുറത്തിറക്കിയിരുന്നു. പക്ഷേ ആ കേസ് പിന്നീട് അങ്ങോട്ട് അന്വേഷണ പരിധിയിലേക്ക് നീങ്ങുകയായിരുന്നു. പിന്നീട് കെ സുധാകരൻ മാനനഷ്ട കേസ് നൽകി. MV ഗോവിന്ദനെതിരെയും ദേശാഭിമാനി പത്രത്തിനെതിരെയും മാനനഷ്ട കേസ് നൽകുകയായിരുന്നു. ആ കേസാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. കഴിഞ്ഞ 2 തവണ കേസ് വിളിച്ചപ്പോഴും കെ സുധാകരൻ ഹാജരാകാൻ തയ്യാറായില്ല എന്നുള്ള കാരണത്താലാണ് ഇപ്പോൾ കേസ് തള്ളിയിട്ടുള്ളത്. MV ഗോവിന്ദന്റെ വക്കീലാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇനി ഹൈക്കോടതിയെ സമീപിക്കുമെന്നുള്ളതാണ് കെ സുധാകരന്റെ പക്ഷം.